ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 18-ാം അധ്യായം 33-ാം വാക്യം. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ. ഇന്ന് നാം വായിച്ച ഭാഗത്ത് സന്തോഷത്തിൻ്റെ ഒരു ശബ്ദമായിരുന്നില്ല. ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെടാത്ത ധീരനായ ഇടയബാലൻ ദാവീദ് രാജാവായ ശേഷം നടുങ്ങിപ്പോയി എന്നാണ്. തൻ്റെ മകൻ്റെ വളരെയധികം ഇഗ്നോബിളായ, യാതൊരു തരത്തിലൊരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കാത്ത മരണമാണ്. ആ മരണത്തിൽ തീവ്ര ദുഃഖിതനായിരിക്കുന്ന പിതാവിനെ നാം കാണുന്നു. ഈ ലോകത്തിൽ വളരെയധികം അത്തരത്തിലുള്ള മാതാപിതാക്കളുണ്ട്. ആദ്യമായി അവരെ ചിലരെ മുമ്പിൽ അണിനിരത്തുന്നു എക്സാമ്പിൾസായി. ഈ ധ്യാനം വിശേഷിച്ച് സവിശേഷമായി മാതാപിതാക്കൾക്കും യുവജനങ്ങൾക്കുമായിട്ടുള്ളതാണ്. ഒരുമിച്ച് ഈ ധ്യാനം പങ്കിടാൻ ആദ്യം വരുന്നയാൾ ഈ രാജാവ് തന്നെയാണ്. വളരെയധികം ഉച്ചത്തിൽ, വളരെ സംഭീതനായി കരയുന്നതായ ഭാഗം. 5 പ്രാവശ്യം എൻ്റെ മകനെ എന്ന ഒറ്റ വാക്യത്തിലുണ്ട്. 3 പ്രാവശ്യം തൻ്റെ മകൻ്റെ പേര് എടുത്തു പറയും. വിലാപമാണ്. തോരാത്ത കണ്ണുനീരും തീരാത്ത ദുഃഖവുമാണ്. എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും ചങ്ക് ഉലയ്ക്കുന്ന തരത്തിൽ കരഞ്ഞത് ദാവീദ് പുത്രനാണ്. ആകാശത്തും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് ഏലോയി ഏലോയി ലമ്മ ശബക്താനി എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവമേ, നിൻ്റെ മനസ്സായിരുന്നു എൻ്റെ വാക്ക്, നിൻ്റെ വാക്കായിരുന്നു കർമ്മമായി ഈ ഭൂമിയിൽ എൻ്റെ കർമ്മമായി വീണതെല്ലാം. എങ്കിലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ തലയോടത്തിൽ മുങ്ങിച്ചാകുന്നവന് വൈക്കോൽ തുരുമ്പെങ്കിലും കാണും, അതുപോലെ അവശേഷിപ്പിക്കാതെ ഏകനായി എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന കരയുന്നതായ കർത്താവ്. 3-ാമതായി യാക്കോബിനെ, ഗോത്രപിതാവിനെ കാണാം. കുഞ്ഞുങ്ങളെ നോക്കി പറയുന്നു, എൻ്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ കുഴിയിൽ ഇറക്കുന്ന മട്ടാണ് കാണുന്നത്. അടുത്തത് മറ്റൊരു മതത്തിലെ ആളാണ്. അവരുടെ വേദഗ്രന്ഥത്തിൽ ദശരഥനെ കാണാം. ദശരഥൻ രാജാവ് നായാട്ടിന് പോയതാണ്. മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് അമ്പയച്ചു. ചെന്ന് കൊണ്ടത് മുനിരാജാവ്, മുനികുമാരൻ വെള്ളം കോരാൻ വന്നതാണ്. വെള്ളം കോരുന്ന ശബ്ദമാണ് കേട്ടതെങ്കിലും തെറ്റിദ്ധരിച്ചു പോയി. ആ അമ്പിനാൽ മുനികുമാരൻ മരിക്കുന്നു. ആ മുനികുമാരൻ്റെ മാതാപിതാക്കൾ ഇരുവരും അന്ധരായിരുന്നു. ആ അന്ധനായ പിതാവ് ഇങ്ങനെ ശപിച്ചു, ആരുടെ അമ്പാൽ എൻ്റെ മകൻ മരിച്ചു, ആള് പുത്രദുഃഖത്താൽ മരിക്കും. ദശരഥൻ പുത്രദുഃഖത്താൽ മരിച്ചയാളാണ്. എന്നാൽ ഈ ലോകത്തിൽ പുത്രദുഃഖത്താൽ മാത്രമല്ല, പുത്രീ ദുഃഖത്താലും മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. മുഗൾ രാജവംശത്തിൻ്റെ കഥ വളരെയധികം പിണക്കങ്ങളുടെയൊക്കെ കഥയാണെങ്കിലും അവിടെയും ഒരു രചിതരേഖ കാണാം. ബാബർ തൻ്റെ കുഞ്ഞ് ഹുമയൂൺ പനി പിടിച്ചപ്പോൾ കൊട്ടാര വൈദ്യനെ വരുത്തി. വൈദ്യൻ പറഞ്ഞു, അടുത്ത പ്രഭാതം ഈ കുട്ടി കാണില്ല. ബാബർ ആ പിതാവ് വലം വയ്ക്കുന്നു. ഏലോയ് എന്ന സ്ഥാനത്ത് അള്ള എന്ന് ചേഞ്ച് ചെയ്യുന്നത് മാത്രം. എൻ്റെ അള്ള എൻ്റെ ജീവനെ എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ മടക്കിത്തരും. സ്വപ്നത്തിൽ ഉണരുന്നത് പോലെ ആ കുട്ടി ഉണരുന്ന സംഭവം. ഏറ്റവും ഒടുവിൽ അടുത്തുള്ള ദേശമാണ് ആലപ്പുഴ. ഏതാണ്ട് 1 വർഷത്തോളമായില്ലേ രാഹുൽ അന്തർധാനം ചെയ്തിട്ട്. മാതാപിതാക്കളുടെ കണ്ണുകൾ തോർന്നിട്ടില്ല. അവരെന്തു പറഞ്ഞു കരയുന്നുവെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നിന്നോടൊത്ത് ജീവിച്ച ഓർമ്മകൾ മാത്രം ബാക്കി. ജീവിച്ചു മതിവരാതെ, സ്നേഹിച്ചു മതിവരാതെ 7-ാം വയസ്സിൽ
കാറ്റിൽ പറന്നുപോയ ഞങ്ങളുടെ പൊന്നുമകൻ രാഹുൽ. കുട്ടിയുടെ അന്തർധാനത്തെക്കുറിച്ച് മാത്രം അറിയാം. ജീവനോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദുഃഖ പശ്ചാത്തലത്തിൽ അണിനിരന്നതെല്ലാം പിതാക്കളാണ്. മറുവശത്ത് ഇതാ അണിനിരക്കുന്നു ആരുടെ ദുഃഖത്താൽ, ആരുടെ പ്രവൃത്തി ദോഷത്തിൻ്റെ ദുഃഖത്താൽ ഈ മാതാപിതാക്കൾ ദുഃഖിതരാകുന്നു, ആ പുത്രന്മാർ അണിനിരക്കുന്നു. മനോരമ ലീഡിംഗ് ആർട്ടുകളുടെ തലക്കെട്ട് ക്രിസോസ്റ്റമസ് തിരുമേനി ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, വിലങ്ങു വീണ ചെറുപ്പം. ഏത് മാതാവും പിതാവിനുമാണ് ആ ചിത്രം കാണാൻ സാധിക്കുന്നത്? ആരുടെയും ചങ്ക് പൊട്ടിപ്പോകും. മംഗലാപുരത്ത് തൻ്റെ മകനെ വിട്ടപ്പോൾ അത്തരത്തിൽ കാണുന്നതിനല്ല വിട്ടത്, മടങ്ങിയെത്തുന്നത് കയ്യിൽ വിലങ്ങുമായി. പ്രൊഫഷണൽ കോളേജിൽ തൻ്റെ മകനെ അയച്ചത് പ്രൊഫഷണൽ ഗുണ്ടായിത്തീരുന്നതിനല്ല, അത് ഒരു മാനസാന്തരമാണ്. 10 പൈസ അച്ഛൻ ചോദിച്ചാൽ കൊടുക്കാത്തയാളാണ് 30 ലക്ഷം എണ്ണി കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? വലിയ പ്രതീക്ഷയാണ്. പ്രൊഫഷണൽ എൻജിനീയർ ഓർ ഡോക്ടർ, വേറെ ചോയ്സ് ഇല്ല. എന്നാൽ അവനൊരു മാനസാന്തരം വന്ന് ഇങ്ങനെ ആവുകയാണ്, പ്രൊഫഷണൽ ഗുണ്ടായിത്തീരും. കോളേജ് വിദ്യാഭ്യാസത്തിന് അയക്കുന്നു, എന്തായിത്തീരുന്നു? ചിറക്കടവിലെ ബാങ്ക് കൊള്ളയടിക്കുന്ന ബാലപാഠം പഠിക്കുകയാണ്. ഏത് പിതാവിൻ്റെയും മാതാവിൻ്റെയും ചങ്ക് ഉലഞ്ഞു പോകുന്ന ചിത്രമാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? വിദ്യാഭ്യാസത്തിന് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വയറ്റിപ്പിഴപ്പെന്ന് പറയാം, സന്ധാരണ, അവൻ്റെ അസ്തിത്വം ഉറപ്പിക്കുക എന്നുള്ളത് ആവശ്യമാണ്, അതവൻ്റെ കടമയാണ്. 2, മനുഷ്യോചിതമായ പ്രവൃത്തികളുടെ ഉടമയായിത്തീരുക, യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനായിത്തീരുക. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യാമെന്നല്ല, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കണം. അവൻ തൻ്റെ സന്ധാരണത്തിന് ആവശ്യമായ വിദ്യ പഠിക്കണം, അതോടൊപ്പം മനുഷ്യോചിതമായി ജീവിക്കുന്നതിനും പഠിക്കേണ്ടിയിരിക്കുന്നു. ആ പഠനം നടക്കുന്നു എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ കോളേജിൽ പോകുന്ന ആളുകൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ളൊരു പരിണാമത്തിൽ എത്തിച്ചേരുന്നത്. എന്തിന് വിദ്യാഭ്യാസമെന്ന് അവരെ അയക്കുന്ന മാതാപിതാക്കൾക്കോ ഒരുപക്ഷെ അത് നടത്തുന്ന മാനേജ്മെൻറ്റിനോ ഗവൺമെൻറ്റിനോ തന്നെ വ്യക്തമായ ലക്ഷ്യബോധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ 2ാമത്തെ ലക്ഷ്യം? മനുഷ്യനായി തീരുക. അതെപ്പോഴാണ് തുടങ്ങുന്നത്? ആ പ്രക്രിയ, അതിനിടവേളയില്ലാത്ത അനസ്യൂതമായ പഠനം തൻ്റെ അന്ത്യം വരെ നടത്തേണ്ടതാണ്. ദി ആർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു കണ്ടിന്യൂ ടു ഗ്രോ ആസ് ലോങ് ആസ് വി ലിവ്. ഉദാഹരണം പറയാം. അടുത്ത വീട്ടിലെ അടുപ്പിൽ തീ എരിഞ്ഞിട്ടില്ല എന്ന അറിവ് നമ്മുടെ തൊണ്ടയിൽ ഉരുട്ടി വിഴുങ്ങിയ ഉരുള അവിടെ തങ്ങുമ്പോൾ, ഈ അറിവ് വരികയും ഇത് വിഴുങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ നിന്നിൽ മനുഷ്യത്വമുണ്ട് എന്നറിയുവാൻ സാധിക്കും. മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ കാലിൽ ഒരു വിലങ്ങ് വീണ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും മനുഷ്യരാണ്. അവനെ ആശുപത്രിയിൽ കൊണ്ടുവന്നു, അവന് വേണ്ടി ചെലവിടുമ്പോൾ സ്വാർത്ഥം മറന്നുപോയി അകൃത്യം ചെയ്യുമ്പോൾ നമ്മിൽ മനുഷ്യൻ്റെ ഉദയമാണ്. അത്തരത്തിലുള്ള ജീവിത സാധ്യത ബീജരൂപത്തിലെങ്കിലും ആത്മാവിലില്ലാതെ ഒരു കുഞ്ഞും മനുഷ്യരൂപം ഈ ലോകത്തിൽ എടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? ദൈവത്തിൻ്റെ സാദൃശ്യം, അതിനെ തെളിമയോടെ പുനരാവിഷ്കരിക്കുക ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൂടെ. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ആ സാഫല്യത്തിലേക്ക് അടിവെച്ച് മുന്നോട്ട് നീങ്ങുന്നതിനുള്ള പരിശീലനമാണ് വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ നൽകേണ്ടതെങ്കിൽ ഇത് നടത്തുന്ന ആളുകൾക്ക് പോലും ഈ ലക്ഷ്യമില്ലാതെ പോയാൽ എന്തു ചെയ്യും?
നമുക്ക് ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതാ മുറിവേറ്റ് കിടക്കുന്ന ഒരു സോൾജിയർ, അവൻ്റെ ചുണ്ടിലേക്ക്, വരണ്ട ചുണ്ടിലേക്ക് ഒരു പാത്രം വെള്ളം നീട്ടിയപ്പോൾ ഫിലിപ്പ് സിഡ്നി പറഞ്ഞു, എൻ്റെ അടുത്ത് കിടക്കുന്നവൻ്റെ ദാഹമാണ് ഇതിൽ കൂടുതൽ, അവൻ്റെ ആവശ്യമാണ് ഇതിൽ കൂടുതലുള്ളത്. അവിടേക്ക് നീട്ടപ്പെട്ടപ്പോൾ മനുഷ്യത്വം സുരഭിലകാന്തി പകരുന്ന സുന്ദര നിമിഷമാണ്. ആ മഹത്വത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന മൂല്യങ്ങൾ പൊലിമയോടെ വളരുന്നതായിട്ടുള്ള വേദിയായി അന്തരംഗത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് പഠനത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ രംഗങ്ങളിൽ നിന്നെല്ലാം ഈ മൂല്യങ്ങൾ ബഹിഷ്കൃതമായിരിക്കും. വിജയം, നേട്ടം, ഒരു നഷ്ടവും ഉണ്ടാകാതിരിക്കുക. ജീവിതം വിജയിക്കുന്നവൻ്റെ മാത്രമല്ല, തോറ്റു കൊടുക്കുന്നവൻ്റെയും നഷ്ടപ്പെടാൻ സന്നദ്ധതയുള്ളവൻ്റെയും കൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മാനവീകരണം നടക്കുന്നതെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ അപമാനവീകരണം നടക്കുന്ന യാത്ര, ആ യാത്രയിൽ വിദ്യാഭ്യാസ രംഗത്ത് നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ദുഃഖിക്കേണ്ടി വരും. മകനെ അബ്ശാലോമേ, നിന്റെ പതനത്തിൻ്റെ മുഴുവൻ കാരണവും പിതാവായ ഞാൻ തന്നെ. വുഡ് ഗോഡ് had I died for thee, my son Absalom. നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇതിനു മുമ്പ് ഈ കൺവെൻഷൻ ബന്ധത്തിൽ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ വിവരിച്ചതാണ്. ഓരോ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിതാവെന്ന നിലയിൽ ദാവീദിൻ്റെ പതനത്തിൻ്റെ കാരണം മിസ്പ്ലേസ്ഡ് ഡിവോഷൻ, അസ്ഥാനത്ത് അർപ്പിച്ച ശ്രദ്ധ, ഡെലിഗേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അന്യന് കൈമാറുന്ന ഉത്തരവാദിത്വം, സ്ക്വാൻഡേർഡ് ഇൻഫ്ലുവൻസ്, ധൂർത്തടിച്ച സ്വാധീനം, തൂകിക്കളഞ്ഞ സ്വാധീനം. ഇതെല്ലാം ഇന്നത്തെ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട്. നാം എന്ന് ഇതിൽ നിന്ന് പിന്തിരിയും? നമുക്ക് തന്നെ എന്തിന് കോളേജിൽ കുഞ്ഞിനെ അയക്കുന്നുവെന്നൊരു ബോധമില്ലെങ്കിൽ നാം അധ്വാനിച്ച 30 ലക്ഷം രൂപ എണ്ണിക്കൊടുക്കുകയാണ്. മംഗലാപുരത്ത് പോയവൻ കൈവിലങ്ങുമായി മടങ്ങുന്നു. പ്രൊഫഷണലാകാൻ പോയവൻ പ്രൊഫഷണൽ ഗുണ്ടയായി മാറും. കോളേജ് വിദ്യാഭ്യാസത്തിന് പോയവൻ ചിറക്കടവിലെ ബാങ്ക് കൊള്ളയടിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ചിലതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡിഗ്രി ഒന്നും അവർക്കില്ല. അവർ പഠിപ്പിച്ച പാഠം പഠിച്ച ഒരു ഓഫീസറുടെ കഥയല്ല, സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിയൂൺ കൂടെ കാഷ്വൽ ലീവ് എടുക്കും. അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ല. ആർക്കാണ് ഇഷ്ടം? ഓഫീസിൽ വരുന്ന ഓഫീസർ വരുമ്പോൾ പിയൂണില്ല. ഏതായാലും ഒരു ദിവസം വീണ്ടും അവൻ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് മരിച്ച്, എനിക്ക് പോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവൻ മടങ്ങിയെത്തി. നീ ചാക്കാലയ്ക്ക് പോയിട്ട് എന്ത് പറ്റി? ഫ്യൂണറലിന് പോയല്ലോ, അവധിയെടുത്ത് എന്ത് ഗുണമുണ്ടായി? അവരുടെ ദുഃഖം പങ്കിട്ട് ഞാൻ ലഘൂകരിച്ചിട്ടുണ്ട് എൻ്റെ സാന്നിധ്യം മൂലം സാർ. 2, ഞാൻ ആ കുടുംബാംഗങ്ങളോട് 3 പേരെ അവശേഷിച്ചിട്ടുള്ളൂ. ഗൃഹനാഥൻ പോയി. ഇനിയും 10 പൈസ അവിടെ വരുമാനമില്ല. എനിക്ക് ഈ പ്യൂൺ ജോലിയെങ്കിലും. എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിലെ കണ്ണുകളിലേക്കും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് ഞാൻ നോക്കി. ആ 2 കുട്ടികളുമായി ഞാൻ മടങ്ങിയെത്തിയിട്ടുണ്ട് സാർ. എൻ്റെ കുട്ടികളുടെ കൂടെ അവരും വളരട്ടെ. ആ ബോസ് ഈ പിയൂണിൻ്റെ മുമ്പിൽ കരയുന്നത് അത്ര പന്തിയല്ല എന്ന് വിചാരിച്ചു മുറിയിൽ കയറി കൈലേസെടുത്തര കണ്ണുകൾ തുടച്ചു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ ഈ പിയൂണിലൂടെ സ്നേഹം ഇഷ്ടാനിഷ്ടങ്ങളല്ല, സ്നേഹത്തിൻ്റെ അഗാധമായ അർത്ഥം ആ ബോസ്, ആ മാസ്റ്റർ എന്ന് മനസ്സിലാക്കി. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്. ചിലരുടെ ലെറ്റർ ഹെഡിൽ നോക്കിയാൽ ആ പേജ് മുഴുവൻ ഡിഗ്രിയാണ്. എന്താണ് നേടുന്നത്? ഈ പിയൂണിലൂടെ സ്നേഹത്തിൻ്റെ അഗാധമായ അർത്ഥതലങ്ങളിലേക്ക് ഊളിയിടാൻ ആ ബോസിനെ പ്രേരിപ്പിച്ചത് ഈ പിയൂണാണ്.
നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യം സ്ഥാപനങ്ങളിലൂടെ നാം നേടുന്നുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ പുത്രന്മാർ ഇത്തരത്തിലുള്ള അബദ്ധ സഞ്ചാരം ചെയ്യുന്നു? ഒരെണ്ണം, വിദ്യാഭ്യാസ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. 2, contentment with the superficial. The greatest danger to our civilization is our contentment with the superficial. ആരെയാണ് എൻ്റെ മകൾ വിവാഹം ചെയ്യുന്നത് വലിയ നോട്ടമില്ല. അവരെത്ര പണമുണ്ടെന്ന് നോക്കും, എത്ര കാറും അത് ഏത് മോഡലാണെന്ന് നോക്കും. എല്ലാം വേരിയബിൾ ഫാക്ടേഴ്സ്. അവൻ്റെ ആയുഷ്കാലം അവൻ്റെ ഇരിക്കേണ്ട മകൾ എങ്ങനെയുണ്ട്, ഈ കൊച്ചനെങ്ങനെയുണ്ട്, ആർക്കും അന്വേഷണമില്ല. അതുകൊണ്ട് തന്നെ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ ഏതാണ്ട് കണക്ക് പിടിച്ചാൽ ഒരു ദിവസം ഒരു വിവാഹം അത് പിരിഞ്ഞു പോകുന്നുവെന്ന്. 300 ഡൈവോഴ്സ്. ഇതിന് പോസിറ്റീവായ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കൺവെൻഷൻ നടക്കും. പണ്ട് കാലങ്ങളിൽ അതിൻ്റെ സ്റ്റെപ്സിൻ്റെ നമ്മുടെ പുറത്തുള്ള ആവിഷ്കാരങ്ങളാണ് നമ്മുടെ ധർമാലയങ്ങൾ, കുമ്പനാട് അഗതി മന്ദിരം, മറ്റ് സ്ഥാപനങ്ങളെങ്കിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്ത് പോസിറ്റീവ് സ്റ്റെപ്സാണ് നമ്മുടെ സഭയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കുന്നതിന്, കാര്യമായ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുവാൻ സഭാ കൗൺസിലിനും സിനഡിനും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മണ്ഡലത്തിനും സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ കർത്താവ് പറയും, മരണത്തിന് മുമ്പാണല്ലോ പറഞ്ഞത്, അതിന് കൂടുതൽ വെയിറ്റ് ഉണ്ട്. ഇഫ് യു നോ ദീസ് തിങ്സ് ഹാപ്പി ആർ യു ഇഫ് യു ക്യാൻ ഡൂ ദം. നിങ്ങൾ ഇതറിഞ്ഞുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെ നേതൃത്വത്തിൻ്റെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംശീകരിക്കണം. ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ നേതൃത്വത്തെക്കുറിച്ച് എന്താണ്? ഹൃദയ നൈർമല്യവും വിശ്വസ്തതയുമാണ്. ആത്മാവിൻ്റെ വിശുദ്ധിയുടെ അർപ്പണത്തിൽ ദൈവം പ്രസാദിക്കുന്നു, ഭാവപ്രകടനങ്ങളിലല്ല. ഇനിയും എലക്ഷൻ വരികയാണ്, മെയ് മാസത്തിലായിരിക്കാം. അതിൻ്റെ മുന്നോടിയായിട്ട് എന്ത് ചെയ്യുന്നു? നയനമോഹനങ്ങളായ സുന്ദരമായ പ്രകടനങ്ങളാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, അവിടെ വരെ ഇല്ലായിരിക്കും നമ്മുടെ ദേശമല്ലാത്തത് കൊണ്ട്, കുഴിത്തുറ വരെ പോവുക. എല്ലാ പാർട്ടിയും നയനമോഹനങ്ങളായ, കണ്ണിനെ വശീകരിക്കുവാൻ സാധിക്കുന്ന സുന്ദരമായ പ്രകടനങ്ങളാണ്. മാധ്യമങ്ങളുടെ തിളക്കത്തിൽ, അതിൻ്റെ മായാവലയത്തിൽ നമ്മളെല്ലാം പെട്ടുപോവുകയാണ്. എന്തൊരു കഷ്ടമാണിത്. 111ാമത് കൺവെൻഷൻ. ഇങ്ങനെയുള്ള മായാവലയത്തിൽപ്പെട്ട് ജീവിക്കുകയാണോ നമ്മൾ? അതിനാണോ ലോകത്തിലേക്ക് വിവേകത്തോടുകൂടെ നമ്മെ സൃഷ്ടിച്ച് വിവേകത്തോടുകൂടെ ഈ ലോകത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത്? ഇതിനാണോ? അധികാരത്തിൻ്റെ പകിട്ടിലേക്ക്. ഇതൊരു വേദിയാണ്. ഇതിന് വെളിച്ചം പകരാൻ ആളുകൾ നിൽക്കുകയാണ് പകലായാലും. ആ വെളിച്ചത്തിലേക്ക് എത്ര ആളുകളാണ് ഇടിച്ചു കയറുന്നറിയോ? ചിലപ്പോൾ ചില വേദികൾ തന്നെ ഒടിഞ്ഞു പോകുന്നുണ്ട്. വേദിയും വെളിച്ചവും അന്വേഷിച്ച് പോകുന്നതിനല്ല, യുവതി യുവാക്കളെ, ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവസാനത്തെ മനുഷ്യനെ തേടിപ്പോകുന്നവനാണ് നല്ല ഇടയൻ. നമുക്കിത് സാധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കർമ്മപഥത്തിൽ നാം നീങ്ങുമ്പോൾ, ദുർഗമമായ കർമ്മമാർഗങ്ങളിൽ നാം ചരിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച പിശാച് തന്നെ ഇന്നുമുണ്ട്. ഹിംസയുടെ ശക്തികൾ നമ്മളെ വശീകരിച്ച ആ കർമ്മത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടേതായ ജീവിതത്തിൽ കർമ്മത്തിൻ്റെ കടമയുടെ പാതയിൽ നീങ്ങുമ്പോൾ നമ്മൾ ദുഃഖിതരായ ആളുകളെ കരഞ്ഞു കാണിക്കുന്ന ആളുകളാണ്. വി ആർ പ്രൗൺ ടു സബ്സ്റ്റിറ്റ്യൂട്ട് സെൽഫ് പിറ്റി ഫോർ ഒബീഡിയൻസ്. ക്രൂശിലെ മരണത്തോളം കരഞ്ഞ ആളുകളോട് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. ഇത് ഗുണപരമായ മാറ്റത്തിനു വേണ്ടി, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കർമ്മസരണിയിലാണ്, ദുർഗമമായ കർമ്മസരണിയിലാണ്. അത് ചെല്ലുന്നത് കുരിശിലാണ്. ഇവിടെ നിന്നെ തെറ്റിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. യേശുവിൻ്റെ പ്രഖ്യാപനമൊന്നുമായിരുന്നില്ല, യേശു ചെയ്ത കാര്യത്തിൻ്റെ ആർട്ടിക്കുലേഷൻ മാത്രം. നമുക്ക് സാധിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ,
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലെ മുഖ്യമന്ത്രിമാരാണ്, ഉമ്മൻചാണ്ടികളാണ്. കുഞ്ഞുങ്ങൾ പ്രജകളാണ്, നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കൈവിലങ്ങ്, പ്രൊഫഷണലാകാൻ വിട്ടവൻ പ്രൊഫഷണൽ ഗുണ്ടയായിത്തീരുക, കോളേജിൽ പഠിക്കാൻ പോയവൻ ചിറക്കടവ് ബാങ്ക് കൊള്ള ചെയ്യുന്നതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു മടങ്ങുക. ഹൃദയഭേദകമായ ചിത്രമാണ്. ഇതിൽ നാം എങ്ങനെ കരകയറും? 2, വെളിച്ചം. യേശുക്രിസ്തു വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെക്കുറിച്ച് എടുത്തിങ്ങനെ പറയുന്നുണ്ട്: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം എന്ന് പറഞ്ഞാൽ പോരെ, അന്നുമുണ്ടായിരിക്കാം ഇത്തരത്തിൽ മായാപ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഇലൂമിനേഷൻസ്. അതൊരിക്കലും സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കുന്നില്ല. വെട്ടി വെട്ടി ഇങ്ങനെ തിളങ്ങുന്ന പ്രകാശമാണ് നമുക്കിഷ്ടം. ഒരേ സമയം കത്തി നിൽക്കുന്ന ഒരു ദീപത്തിലേക്ക് ആര് നോക്കുന്നു? നമ്മുടെ കണ്ണുകൾ അത്തരത്തിൽ ആയിപ്പോയത് നമ്മുടെ ഇവിടെ കുറ്റം കൊണ്ടാണ്. ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുന്നതായിട്ടുള്ള ആളുകൾ, മനോരോഗ വിദഗ്ധരായിട്ടുള്ള രാജൻ മത്തായി കുസുമഗിരി, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ CJ ജോൺ, അടുത്തു വരുന്ന ചന്ദ്രശേഖരൻ നായർ, KS ഡേവിഡ്, എല്ലാവരും ഒരുമിച്ച് പറയുന്നു, കഷ്ടമാണ് നമ്മുടെ കാര്യം. അവരുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന ഒരു യുവാവ് ചോദിച്ചു, 4 to win ഇഞ്ചക്ഷൻ വേണം. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവന് ഈ ഷർട്ടിങ്ങനെ പോയി അരയിൽ നിന്ന് കഠാരി ഉരിയിട്ട് പറഞ്ഞു, കുറച്ച് മരുന്ന് അത്തരത്തിലുള്ളത് ആവശ്യം. എല്ലാവരും തെറ്റിപ്പോയി എന്ന് പറയുന്നില്ല, എന്നാൽ കൂടുതൽ കൂടുതൽ പോകുകയാണ്. ചാരായ നിരോധനത്തിലൂടെ 40% വർധനവാണ് ലഹരി മരുന്നുകൾക്ക്. അവരതിൻ്റെ കൂടെ പറഞ്ഞു, രാഷ്ട്രീയക്കാർക്ക് ഇച്ഛാശക്തി കുറവാണ്, പോലീസ് നിഷ്ക്രിയരായി തീരുകയാണ്. മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യുവജന സംഘടനകൾ അവരെ എന്തിനു പോറ്റിപ്പുലർത്തുന്നു? ഈ കയ്യാങ്കളിക്കൊക്കെ കൂട്ടുനിൽക്കാൻ ആള് വേണം രാഷ്ട്രീയക്കാർക്ക്. ചൊല്ലും ചോറും കൊടുക്കുകയാണ് ഗുണ്ടായിസത്തിന്. സഭയ്ക്ക് എന്തെങ്കിലും ധൈര്യമായി പറയാനുണ്ടോ? നമുക്ക് പറവാനില്ലെങ്കിൽ കഷ്ടമാണ്. നാഥാൻ പോയാൽ, ഏലിയാവ് പോയാൽ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് പോയാൽ, ഈ സമൂഹവും സഭയും രാഷ്ട്രീയ രംഗങ്ങളും പ്രയാസത്തിലേക്ക് നീങ്ങും. അവിടെയായി അത്തരത്തിലുള്ള വിരൽ ചൂണ്ടുകൾ വളരെയധികം ആവശ്യമാണ്. 2 പേരും വെളിച്ചം തേടിയവരാണ്, വ്യത്യാസമുണ്ടെന്ന് മാത്രം. മദർ തെരേസ വെളിച്ചം തേടിയ ആളാണ്. ഡയാന രാജകുമാരിയും വെളിച്ചം തേടിയാണ്. രണ്ടാമത്തെ ആളിൻ്റെ ചിത്രം കണ്ടാൽ ഇങ്ങനെ തോന്നാം, വെളിച്ചം തേടി വിളക്കും കെടുത്തി എരിഞ്ഞടങ്ങുന്ന ശലഭമായി മാറുമ്പോൾ നീ വെള്ളവും ഈ വെളിച്ചവും സ്വീകരിച്ചാൽ നിന്നിൽ ഒരിക്കലും വറ്റാത്ത നീരുറവയായി തീരുമെന്നുള്ള വേദവാക്യം ജീവിതത്തിൽ സംശീകരിച്ച മദർ തെരേസയുടെയും ഡയാനയുടെയും 2 മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അവർ തമ്മിൽ, ആ 2 മാർഗങ്ങൾ തമ്മിൽ കാതങ്ങൾക്ക് അകലമുണ്ട്. ഏത് വെളിച്ചം നാം സ്വീകരിക്കും? മോഷ്ടിക്കുവാൻ തെങ്ങേ കയറുന്നവൻ പാതിര കഴിയുമ്പോൾ തെങ്ങേ കയറുന്നു, ശബ്ദം കേട്ട് വീട്ടുടയവൻ പുറത്തേക്ക് വരുന്നു 6 ബാറ്ററിയുള്ള ഒരു ടോർച്ചുമായി. അതും പ്രകാശമാണ്. അവനിലേക്ക് അടിച്ചാൽ ആ പ്രകാശം അവന് ഇഷ്ടമാണ്. ആ പ്രകാശത്തിൽ അവൻ ചുരുളുകയാണ്. സംഭീതനെങ്കിൽ ചിലപ്പോൾ താഴെ വീണൊന്നും ഇരിക്കും. എല്ലാം പ്രകാശമാണോ? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശം യേശുക്രിസ്തുവാണ്. അവനിൽ ഒട്ടും ഇരുട്ടില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ, യുവതീ യുവാക്കന്മാരെ, മാതാപിതാക്കളെ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ഇരുളിൽ നടക്കില്ല. അവന് ജീവൻ്റെ വെളിച്ചമുണ്ടാകും. ലൈറ്റ് വിതൗട്ട് ലവ് ടെറിഫൈസ് us. Love without light cannot reach out. Light plus love generates life. യേശുക്രിസ്തു ചെയ്തതാണ്. യേശുക്രിസ്തു സ്നേഹമാണ്.
യേശുക്രിസ്തു വെളിച്ചമാണ്. ഇത് രണ്ടും കൂടെ ആക്ട് ചെയ്യുമ്പോൾ എന്നിലും നിങ്ങളിലും സമൃദ്ധിയായ ജീവനുണ്ടാകും. ആ ജീവൻ്റെ ഓഹരിക്കാരായിത്തീരുന്നതിന് 111 കൺവെൻഷനിലെ വചന ശുശ്രൂഷകൾ അനസ്യൂതം തുടർച്ചയായി നടക്കുകയാണ്. എന്തെങ്കിലും സംശീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ ഒരു സെറ്റ് ആളുകളെ, പിതാക്കളെ ദുഃഖിതരായി കണ്ടു. അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കുന്ന അവരുടെ മക്കൾ, പുത്രി ദുഃഖത്താലും പുത്ര ദുഃഖത്താലും പിടയുന്നതായിട്ടുള്ള മാതാപിതാക്കൾ. ഒന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ മറന്നുപോയ ആളുകൾ. 2, കണ്ടൻമെൻറ്റ് വിത്ത് ദി സൂപ്പർഫിഷ്യൽ. 3, ഏതാണ് സത്യ വെളിച്ചമെന്നറിയാതെ ഏതോ വെളിച്ചമുണ്ടാക്കുന്ന മായാ പ്രപഞ്ചത്തിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്നതായി യുവതി യുവാക്കൾ. 3-മതായി, നമ്പർ പോട്ടെ, 3 or 4 ആയിക്കോട്ടെ, പണം അതൊരു ഭയങ്കര വില്ലനാണ്, ഭയങ്കര വില്ലൻ. ആകെക്കൂടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കുന്ന പാഠം ഇത് മാത്രം: മകനെ, മകളെ, പണമില്ലാത്തവൻ പിണമാണ്. കൂടെ കുറച്ചുകൂടെ അറിവുള്ളവർ പറയും, പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല മോനെ, ഏത് വിധേനയെങ്കിലും നീ പണമുണ്ടാക്കണം. ഈ പാഠം മാത്രമേ അവന് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പോയാൽ ജീവിതം പ്രശ്നമാണ്. വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ റാന്തൽ നന്നാക്കുന്ന ഒരുത്തരുണ്ടായിരുന്നു. എല്ലാവർക്കും റാന്തൽ കേടായി നടത്തിക്കും. അവിടെ ഒരു അന്ധനായ ഒരയൽപ്പക്കാരൻ, അവനൊരു റാന്തൽ വെറുതെ കൊടുത്തു. അവൻ ചോദിച്ചു, ഇതുകൊണ്ട് എനിക്കെന്തോ ഗുണമോ? എനിക്ക് കണ്ണുമൊന്നും കാണാൻ പാടില്ല. നിനക്ക് ഗുണം ഇങ്ങനെയാണ്, ഇത് കത്തിച്ചുകൊണ്ട് നീ രാത്രി നടക്കുക, വടിയുമുണ്ടല്ലോ. നീ അന്ധനായതുകൊണ്ട് നീ പോകുന്നത് ഈ റാന്തൽ കൂടാതെയെങ്കിൽ മറ്റുള്ളവർ കാണാതെ നിന്നെ ഇടിച്ച് വീഴ്ത്തും, അതുകൊണ്ട് ഇതിരിക്കട്ടെ. അത് അദ്ദേഹത്തിന് സന്തോഷമായി. ഒരു ദിനം രാത്രി ഇതിൻ്റെ ബലത്തിൽ നടക്കുകയാണ്. വീണ്ടും അവന് ഇടി കിട്ടി. വലിയ അരിശമായിപ്പോയി അന്ധന്. നീ ഇത് കണ്ടില്ലേ എൻ്റെ വെളിച്ചം, റാന്തൽ ഒരാളെനിക്ക് തന്നതാണ്. അപ്പോൾ പറഞ്ഞു, സ്നേഹിത, ക്ഷമിക്കണം, നിൻ്റെ റാന്തലിലെ വെളിച്ചം കെട്ടുപോയി, അതുകൊണ്ട് നിന്നെ എനിക്ക് ഇരട്ടത്ത് കാണാൻ സാധിച്ചില്ല. നമ്മുടെ ഉള്ളിലെ ദീപം കത്തുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം? 26 വർഷം വെളുത്തവൻ്റെ ജയിലിൽ കിടന്നയാളാണ് നെൽസൺ മണ്ടേല. എന്നാൽ കറുത്തവൻ്റെ അഭിമാന ബോധത്തിൻ്റെ കനൽ ഒരു 1/4 നൂറ്റാണ്ട് അവിടെ കിടന്നിട്ടും അതിനെ അണയ്ക്കുവാൻ സാധിച്ചില്ല. അതാണ് മനുഷ്യൻ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതാണ്. നമുക്കിത് നേടാൻ സാധിക്കുന്നുണ്ടോ? പണം ഒരു അപാര വില്ലനാണ്. എല്ലാവരെയും ചതിക്കുഴിയിലാക്കുന്ന വില്ലനാണ്. യേശുക്രിസ്തു പണക്കാരുടെയും പണമില്ലാത്തവൻ്റെയും ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പണക്കാരനും തൻ്റെ പണം കൊണ്ട് യേശുവിനെ വശീകരിക്കുന്നതിനോ, യേശുവിനെ പ്രലോഭിപ്പിക്കുന്നതിനോ, യേശുവിനെ അതിശയിപ്പിക്കുന്നതിനോ സാധിച്ചില്ല. സക്കായിയുടെ ഒക്കെ വീട്ടിൽ പോയിട്ട് സക്കായി അരിച്ചുകാട് വീട് കണ്ട് അന്തിച്ചു പോകും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ സക്കായിയുടെ ആളത്വത്തിലേക്കായിരുന്നു. നമുക്ക് ഈ തരത്തിൽ പണത്തെ കാണുവാൻ സാധിക്കുന്നു. ട്രിവാൻഡ്രത്തുള്ളൊരു പ്രൊഫസർ മലയാളം വാരികയിൽ അതിൻ്റെ അവസാന പേജിൽ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് എഴുതണം. പലരെ സമീപിക്കും, അവർ മറുപടി കൊടുക്കും. ആ പ്രൊഫസർ ഇങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്: ഭൗതികമായ നേട്ടങ്ങൾ മാത്രം പരിഗണനയിലെടുക്കുന്ന ഈ ലോകത്ത് ഹൃദയ നൈർമല്യവും സ്വഭാവ ശ്രേഷ്ഠതയും പാഴ്വസ്തുവല്ലേ? അങ്ങനെ സംശയിച്ചു പോകുന്നുവെന്ന്. ഭൗതിക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പരിഗണിക്കുന്ന ഈ ലോകത്ത്, എന്തിന് ലോകമെന്ന് പറയുന്നു, സഭയിലും അത് തന്നെ. ഹൃദയ നൈർമല്യവും സ്വഭാവ ശ്രേഷ്ഠതയും പാഴ്വസ്തുവല്ലേ എന്ന് ചോദിച്ച് ആ പ്രൊഫസർ ജീവിതം എന്തു പഠിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് എഴുതി ഒടുവിൽ അവസാനിപ്പിച്ചു: ദൈവം തമ്പുരാനെ, സ്നേഹവും ആത്മാർത്ഥതയും കൈമുതലായിരിക്കുകയും അത് പകരം കൊടുക്കുകയും ചെയ്തിട്ടും കാപട്യം തിരികെ ലഭിക്കുമ്പോഴും, ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനം തിരികെ കിട്ടുമ്പോഴും ഹൃദയശുദ്ധിയിൽ നിന്ന് വഴുതിപ്പോകുവാനിടയാകരുതേ, അതിൻ്റെ മനക്കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ആ പ്രൊഫസർ തൻ്റെ എഴുത്ത് നിർത്തുന്നു. യേശുക്രിസ്തു എന്തു പറഞ്ഞിട്ടുണ്ട്? യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച 33 വർഷം, അതിൽ കൂടുതൽ ദരിദ്രനെ കാണാൻ പ്രയാസമാണ്. യേശു എന്തു പറഞ്ഞു? യേശുക്രിസ്തുവിൻ്റെ ജീവിത തത്വസംഹിതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെയിരിക്കും: The son of the carpenter, Mary's son's life, is a living confutation of the philosophy of life which connects wealth and happiness, and a standing rebuke to the pampered artificiality of a great deal of life today. നമ്മുടെ സുഖത കൃത്രിമത്വങ്ങളുണ്ട്. എന്തൊരു സോഫിസ്റ്റിക്കേറ്റഡ് ലൈഫാണ്. ധനവാൻ്റെ വീട്ടിൽ ചെന്നാൽ യേശുക്രിസ്തു അതിനു നേരെ ഉയർത്തിയ ശക്തിയായിട്ടുള്ള തർജ്ജനയും ചൂണ്ടിയ ശാസനയുമാണ് യേശുക്രിസ്തു. ലിവിങ് കൺഫ്യൂട്ടേഷൻ ഓഫ് ദ ഫിലോസഫി ഓഫ് ലൈഫ് which connects wealth and happiness, and a standing rebuke to the standard artificiality of a great deal of time. നമുക്ക് എന്താണ് യേശുവിൽ നിന്ന് പഠിക്കുന്നത്? 111ാമത് കൺവെൻഷൻ ഇനിയും അധ്യക്ഷൻ തിരുവിന് പറഞ്ഞു 2 ദിവസം കൂടെ ഉള്ളൂ. 2 ദിവസം കൂടെ അല്ല, ഇനിയും പള്ളിയിൽ എത്രയോ സുന്ദരമായ പ്രസംഗങ്ങളാണ് പഠിച്ചതായ അച്ഛന്മാരാണ്. അവർ സുന്ദരമായ സർമൺസാണ്, വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. അതിൻ്റെ ഡെലിവറി എല്ലാം രസമാണ്. ഇതുകൊണ്ട് നമ്മിൽ എന്ത് ഗുണപരമായ മാറ്റം നടക്കുന്നു? ഉദാഹരണത്തിന്, നിധിചാല സുഖമ എന്ന പത്മനാഭൻ്റെ കഥയിൽ ഒരു രാമനാഥനുണ്ട്. തഞ്ചാവൂരിൻ്റെ ഒരിക്കലും ഒടുങ്ങാത്ത സംഗീതത്തിൻ്റെ ഈണത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നയാളാണ് രാമനാഥൻ. സംഗീതജ്ഞനാകാൻ ആഗ്രഹിച്ചെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞു, നീ എൻജിനീയർ ആകട്ടെ. രാമനാഥൻ എൻജിനീയറായി. അദ്ദേഹം പണത്തിനു വേണ്ടി ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല. ജോലി ചെയ്താൽ ആ പണം അതിന് മാത്രമുള്ളത് സ്വീകരിക്കും. തൊഴിലാളിയോടൊത്ത് ചമ്രം പടഞ്ഞിരുന്ന് വെൽഡ് ചെയ്യുന്നതിൽ അഭിമാനം കണ്ടെത്തിയ ആൾ ഒരു ചെയർമാൻ്റെയോ ഡയറക്ടറുടെയോ മന്ത്രിയുടെയോ മുമ്പിൽ അപ്രിയ സത്യം വളരെ ഗംഭീരത്തോടെ, അക്ഷോഭ്യമായ ഗംഭീരത്തോടെ പറയുന്നതിന് ഒരു മടിയും രാമനാഥനില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടിലെ ശരിയുടെ ബലം, അദ്ദേഹത്തിൻ്റെ മന്ദമായ സൗമ്യമായ പതറാത്ത ശബ്ദത്തിന് നടുക്കുന്നതായ മുഴക്കം നൽകുന്നതായിരുന്നു. ഒടുവിൽ എന്ത് ചെയ്തെന്നു? അദ്ദേഹം പാരീസ് കോർണർ മദ്രാസിൽ തൻ്റെ സ്നേഹിതൻ ഒരു കട നടത്തുന്നുണ്ട്. ചെറിയൊരു കടയാണ്. അദ്ദേഹത്തിന് രോഗമായി ഹോസ്പിറ്റലിലായപ്പോൾ കുടുംബം പ്രശ്നത്തിലാകും. രാമനാഥൻ ഈ ജോലി വിട്ടിട്ട് ആ കടയിൽ പോയിരുന്നു. അദ്ദേഹം പറയുന്നു, ഹാനോവറിൽ, ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ എൻജിനീയേഴ്സിൻ്റെ സദസ്സിൽ പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായ സാഫല്യത്തിൽ കൂടുതൽ, സന്തോഷത്തിൽ കൂടുതലുണ്ടായി. പാരീസ് കോർണറിലെ ഇടുങ്ങിയ കടയിൽ എൻ്റെ സ്നേഹിതൻ്റെ അഭാവത്തിൽ അവിടെ ഇരുന്നപ്പോൾ ജീവിതം ഇത്തരത്തിലുള്ള ഉന്നതമായ നക്ഷത്രത്തെ തൊടുവിക്കുന്നതാണെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇതൊരു പാഴ്വേലയാണ്. എന്തൊരു ചൂടാണ് ഈ കുംഭച്ചൂട്. ഇതിൽ വന്നിരുന്നിട്ട് യാതൊന്നും ഗുണപരമായ മാറ്റത്തിന് വേണ്ടി ഒരു തീരുമാനവും ചെയ്യാതെ പോകുമെങ്കിൽ, മെത്രാപ്പോലീത്ത പറഞ്ഞു, പന്തലിൻ്റെ കീഴിൽ മാത്രമാണ് സ്വർഗമെങ്കിൽ ഈ സ്വർഗമല്ല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. സുഗതകുമാരി ഇങ്ങനെ പറഞ്ഞു. ശ്രദ്ധേയമായൊരു പങ്ക്തിയാണ്. 50 വർഷത്തിനുള്ളിൽ ശ്രദ്ധേയമായ പുസ്തകം, ശ്രദ്ധേയമായ സിനിമ, ശ്രദ്ധേയമായ ഗാനം, ഇതാ ശ്രദ്ധേയമായ വ്യക്തിത്വം. എന്നാൽ സുഗതകുമാരി ഇങ്ങനെ എഴുതി: 50 വർഷം, കേരളത്തിൽ 50 വർഷം നമ്മൾ പിന്തിരിഞ്ഞു നോക്കിയാൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു കഴിഞ്ഞു. അതെന്താണ്? രാഷ്ട്രീയ രംഗത്തെ ധാർമ്മിക നഷ്ടം, രാഷ്ട്രീയക്കാരുടെ ധാർമ്മിക വിശ്വാസം. അവർക്കതിൽ വിശ്വാസമുണ്ടോ എന്ന് നമുക്ക് സംശയം മാത്രമല്ല, അതൊരു റിയാലിറ്റി ആയിരിക്കും. എല്ലാ പാർട്ടിക്കാർക്കും വളരെയധികം പണം, മുതലാളിത്തത്തിൻ്റെ മുഖച്ഛായ വന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും. ത്യാഗബുദ്ധിയോടുകൂടെ രാജ്യത്തെയും മൂല്യങ്ങളെയും മുൻനിർത്തി നീങ്ങിയതായ ഗണം
അത് വംശനാശം വന്നിരിക്കുന്നു. ഇനി മേമ്പടിക്ക് പോലും ഒരെണ്ണത്തിന് എടുക്കാനില്ല. അങ്ങനെ രാഷ്ട്രീയ രംഗത്തെ ധാർമ്മിക നഷ്ടമാണ് കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ഒരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതായിരുന്നു. ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മാനക്കേടും നഷ്ടവുമാണത്. നമുക്ക് ഇതിൽ വല്ല കുണ്ഠിതമുണ്ടോ? ധർമ്മപുത്രരുടെ നിസ്സഹായ അവസ്ഥയാണ് നമ്മളെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യാനെന്നറിയാൻ വയ്യ. അതെന്താണ് ആ നിസ്സഹായാവസ്ഥ? ധർമ്മം എന്തെന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ കഴിയായിക, അധർമ്മമാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കാൻ കഴിയായിക. ഇതാണ് ധർമ്മപുത്രരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നിസ്സഹായമായ അവസ്ഥ. അദ്ദേഹത്തിന് ധർമ്മ വ്യസനമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതുപോലും നഷ്ടപ്പെട്ടവരാണ്. എന്ത് നഷ്ടപ്പെട്ടു, ഏത് ചതിക്കുഴിയിൽപ്പെട്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ബോധവുമില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, പിയൂണിൽ നിന്ന് നമുക്ക് പഠിക്കാം, മുത്തശ്ശിയിൽ നിന്നും മുത്തച്ഛനിൽ നിന്നും പഠിക്കാം. പക്ഷേ അവരെ ഒരു റൂമിൽ കയറ്റി അടച്ചിരിക്കുകയാണ്. പണ്ട് മുത്തച്ഛന് ചാരുകസരയിൽ കിടന്നാൽ അതിൻ്റെ അനൂരത്തുകൂടെ, അടുത്തുകൂടെ പോലും ആളുകൾ പോകില്ലായിരുന്നു. ഇന്ന് മുത്തച്ഛനും മുത്തശ്ശിയും ഒരു പഴഞ്ചരക്കായി ഏതോ സ്റ്റോറിൽ അടച്ചിട്ടിരിക്കുകയാണ്. മുത്തശ്ശിയും മുത്തച്ഛനും എന്തു പറയുമായിരുന്നു നമ്മുടെ കുഞ്ഞുമക്കളോട്? അവരെല്ലാം ഉരുട്ടി ഇങ്ങനെ കൊടുക്കുന്ന പോലെ, അധികം പഠിച്ചവരല്ല. അതുകൊണ്ട് ഇവരെ പറയും, മകളെ, നീ അന്യ വീട്ടിൽ ചെന്നാൽ മോശമായി പെരുമാറിയാൽ പഴി എനിക്കാണ്. ഒരു വാചകമേ ഉള്ളൂ, അത് കാതിൽ മനസ്സിൽ ഓർത്തിരുന്നാൽ എത്ര നല്ലതാണ് ആ പെൺകുട്ടിക്ക്. നീ കിടന്നാൽ എഴുന്നേൽക്കരുത്. എന്താ, സ്ട്രോക്ക് വരണമെന്നാണോ മുത്തശ്ശി ആശംസിച്ചത്? ഉറിയിൽ മീൻ ചട്ടി വെച്ചിട്ടുണ്ടോ, അതോ പാതകത്തിൽ ഇരിക്കുകയാണോ, അത് അടച്ചിട്ടുണ്ടോ, താഴൊക്കെ ഇട്ടിട്ടുണ്ടോ, ഓടാമ്പൽ ഇട്ടിട്ടുണ്ടോ, വിളക്കുകൾ അളച്ചിട്ടുണ്ടോ? എല്ലാം നോക്കിയിട്ടേ കിടക്കാവൂ. അങ്ങനെ കിടന്നാൽ രാത്രിയിൽ നിനക്ക് വീണ്ടും വീണ്ടും എഴുന്നേൽക്കേണ്ടി വരില്ല. അടിച്ചു വാരുമ്പോൾ നുള്ളുകയും വേണം. പിച്ചുന്നതിനാണോ? അല്ല. മുറ്റമടിക്കുമ്പോൾ നീ പുല്ലുകൂടെ നുള്ളി മുൻപോട്ട് നീങ്ങണം. ഇതാ മുത്തച്ഛൻ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പാഠ്യ കരിക്കുലവുമായി. അന്യൻ്റെ കണ്ണുനീർ ഈ മുറ്റത്ത് വീഴരുത് കുഞ്ഞ്. മിണ്ടാപ്രാണിക്ക് വല്ലതും കൊടുത്തിട്ടേ ഭക്ഷണം കഴിക്കാവൂ. ദൈവത്തിന് നിരക്കാത്തതൊന്നും ഈ വീട്ടിൽ നടന്നുകൂടാ. അങ്ങനെയെങ്കിൽ കൈവിലങ്ങുമായി പുത്രന്മാർ പ്രത്യക്ഷപ്പെടില്ല. ബാങ്ക് കൊള്ളത്തിൻ്റെ ബാലപാഠം പഠിക്കാൻ കോളേജിൽ വിട്ടാൽ അത്തരത്തിലുള്ള ബാലപാഠം പഠിക്കാൻ അവൻ പോകില്ല. നമുക്ക് വളരെയധികം ഡിഗ്രിയുള്ള മാതാപിതാക്കൾ, അവരുടെ കുഞ്ഞുങ്ങൾ, പക്ഷേ രംഗം വളരെയധികം മോശമാവുകയാണ്. കാരണങ്ങളിലേക്ക് ചിലതിലേക്ക് മാത്രം ഊളിയിട്ട് ഈ ധ്യാനത്തിൽ നാം സഞ്ചരിക്കുകയാണ്. നമുക്ക് സാധിക്കുമോ? ഇനിയും അടുത്തുള്ളത് നമുക്ക് പലതിനെക്കുറിച്ചും തെറ്റിദ്ധാരണകളാണ്. പൊങ്ങച്ചങ്ങളുടെയും പൊള്ളത്തരങ്ങളുടെയും നാട്യവിലാസങ്ങൾ അരങ്ങ് തകർക്കുകയാണ്. വിജയം, മഹത്വം, മനുഷ്യത്വം, ഇതിനെക്കുറിച്ച് യാതൊരു പിടിയും നമുക്കില്ല. രാധാകൃഷ്ണൻ, നമ്മുടെ ഫിലോസഫർ സ്റ്റേറ്റ്സ്മാൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ മഹത്വം, മനുഷ്യൻ്റെ മഹത്വം അവൻ ഉണ്ടാക്കുകയും അവൻ തകർക്കുകയും ചെയ്യുന്ന സാമ്രാജ്യങ്ങളിൽ മേലല്ല. പിന്നെ എവിടാണ് മനുഷ്യൻ്റെ മഹത്വം? ഒരു രാജ്യത്തിനും അതിലെ ഗുരുഭൂതൻ്റെ മുകളിൽ ഉയരാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞയാളാണ്. നോ നേഷൻ ക്യാൻ റൈസ് എബവ് ഇറ്റ്സ് ടീച്ചേഴ്സ്. ശരിയാണ്, അദ്ദേഹത്തെ പോലുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ. അദ്ദേഹം എന്തു പറഞ്ഞു? മനുഷ്യൻ്റെ മഹത്വം അവൻ ഉണ്ടാക്കുകയും അവൻ തകർക്കുകയും ചെയ്യുന്ന സാമ്രാജ്യങ്ങളിലല്ല. പിന്നെ എവിടെയാണ് അവൻ്റെ മഹത്വം? സത്യവും നന്മയും ആരാഞ്ഞുകൊണ്ടുള്ളവൻ്റെ ആത്മാവിൻ്റെ കാലാനുസൃതമായ വളർച്ചയുടെ പുരോഗതിയിലാണ് മനുഷ്യൻ്റെ മഹത്വം. ആർക്ക് വേണം ഈ സത്യം? നന്മ എന്തിനെന്നുള്ള ചോദ്യം ചോദിക്കുന്ന കാലം അടുത്ത് നിൽക്കുകയാണ്. എന്തിനാണ് ഈ നന്മ? 10 പുത്തനുണ്ടാക്കാൻ നോക്കട. കഷ്ടമാണ് നാം നരകത്തിലേക്ക്. അങ്ങനെയാണ് നമ്മുടെ ഫിലോസഫിയെങ്കിൽ നീങ്ങുകയാണ്. ഉന്നതനായ ആ ഗുരുഭൂതൻ പറഞ്ഞു,
എന്താണ് യഥാർത്ഥ മഹത്വമെന്ന്. അതിലും വർഷങ്ങൾക്ക് മുമ്പ് ടോൾസ്റ്റോയ് പറഞ്ഞു, ചെറ്റകൾക്ക് മഹത്വമെന്തൊന്നും മനസ്സിലാവില്ല, അവന് മഹത്വത്തെക്കുറിച്ച് ചെറ്റയായ സങ്കല്പമാണുള്ളത്. എന്താണ് വിജയം? നീക്കുപോക്കുകളുടെയും വിട്ടുവീഴ്ചകളുടെയും പ്രായോഗികതയ്ക്കാണ് വിജയം എന്ന് പറയുന്നത്. 5000 രൂപ നിങ്ങളോട് കടമെടുക്കുന്നു ഞാൻ. വർഷം 10 കഴിയുമ്പോൾ നിങ്ങൾ എവിടെ വെച്ചോ കാണുന്നു. ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങളോട് 5000 രൂപ വാങ്ങിച്ചു എന്നുള്ള ഓർമ്മ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ച് മനഃപൂർവ്വം കളയുകയാണ്. ഓർത്താൽ 5000 രൂപ അതിൻ്റെ പലിശയും എനിക്ക് നഷ്ടമാണ്. അതുകൊണ്ട് എന്താണ് വിജയം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്? നഷ്ടമാണെന്ന് വരുമ്പോഴൊക്കെ ഓർമ്മയെ മായ്ച്ചു കളയുന്നതാണ് വിജയം എന്ന് ഉദ്ഘോഷിക്കുന്ന ഈ ലോകത്തിൽ യേശു കർത്താവ് വിജയം എന്തെന്നും മഹത്വം എന്തെന്നും മനുഷ്യത്വം എന്തെന്നും നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടി, ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ ആളാണ്. ഗത്സമനയിൽ പിടിക്കാൻ വന്ന ആളുകളുണ്ട്. ഒരേ നിരയിൽ നിന്നാൽ ഒരേ ഡ്രസ്സാണല്ലോ, അവർക്ക് വിഷമമായിരിക്കാം. മുന്നോട്ട് കയറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്നത് നസ്രേനയാണോ? ആൾ ഞാനാണ്. അതാണ് ജീവിതത്തിൻ്റെ വിജയം. അതിന് നമുക്ക് പറയാം കിശോര നൈർമല്യം, കുഞ്ഞുങ്ങളുടെ ഹൃദയശുദ്ധി, ആ നൈർമല്യം. നമുക്ക് വളർച്ച, ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ചെറിയ ജോലിക്കാരനാണ് ഞാൻ, ചെയർമാൻ. അദ്ദേഹം പോലും ധരിച്ചിരിക്കുന്നത് വളരുന്നതൊപ്പം എന്നിലുള്ള ബാലനെ ഞാൻ കുല ചെയ്യുകയും ബാല്യത്തിൻ്റെ നിഷ്കളങ്കത മായിച്ച് കാപട്യത്തിൻ്റെ ഈട്ടം കൂട്ടുകയാണ്. അതാണ് വളർച്ചയെന്ന് തെറ്റിദ്ധരിക്കുക. ഇത്തരത്തിലുള്ള ഹൃദയ നൈർമല്യം, കിശോര നൈർമല്യം, കുഞ്ഞുങ്ങളുടെ നൈർമല്യം ഉണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ കാലുഷ്യം നീങ്ങിപ്പോവും. ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് വിജയം, അതാണ് വളർച്ച, അതാണ് മനുഷ്യത്വം. നമുക്ക് ഇത് സാധിക്കും. നമ്മൾ പ്രേയസുകളുടെ അപ്പോഴപ്പോഴുള്ള നൈമിഷികങ്ങളായ നേട്ടങ്ങളുടെ പിന്നാലെ പായുകയാണ്, നെട്ടോട്ടമോടുകയാണ്. വലിയ വ്യഗ്രതയാണ്. ആരുടെയും തോളി തവിട്ടിച്ച് വരിക, മുന്നോട്ട് പോകാൻ ഒരു പ്രയാസവുമില്ല. ജയിക്കാനുള്ള തിരക്കിലാണ് നമ്മൾ. ജയിക്കാനുള്ള തിരക്കിൽ മനുഷ്യൻ്റെ ആർജവം, നേരെ ചൊവ്വേ ചിന്തിക്കാനുള്ള കഴിവെല്ലാം നാം നഷ്ടപ്പെടുത്തുകയാണ്. ഇങ്ങനെ പറയാം മലയാളത്തിൽ, യേശു കർത്താവിനെ പ്രേയസുകളുടെ പിന്നാലെ ഓടാനായിട്ട് സാത്താൻ പലവട്ടം പരീക്ഷിച്ചു നോക്കി. സാത്താനെ പോയെന്ന് പറയുക മാത്രമല്ല, ഞാനോ ശ്രേയോ മാർഗത്തിൽ കാലൂന്നിയവനാണ്. ആ സഞ്ചാരപഥത്തിൽ നിന്ന് ഈ ലോകം മുഴുവൻ തന്നാലും ഞാൻ മാറില്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ 10 രൂപ കാണിച്ചാൽ മതി, പിന്നാലെ ഓടുക, ഇവിടെ വന്ന് കുത്തിയിരിക്കുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നമുക്കും പറയാം, ശ്രേയോ മാർഗത്തിൽ ഞാൻ കാലൂന്നിയവനാണ്. ഈ ലോകത്തിൻ്റെ പ്രേയസുകൾ എന്നെ ഒരിക്കലും പ്രലോഭിപ്പിക്കില്ല. കൊതിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ. യാതൊരു വിവേചന ശക്തി ഉപയോഗിക്കൽ അത് തിരഞ്ഞെടുക്കുന്നതിൽ. മാതാപിതാക്കൾക്കുമില്ല, മക്കൾക്കുമില്ല. എനിക്കിത് അത്യാവശ്യമാണോ? നോക്കില്ല. ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സത്യം, ആകെ കൂടെ ഒക്ടോബർ 2-നും 30 ജനുവരി 30-നും മഹാത്മാഗാന്ധിയെ ഓർക്കുന്ന ഭാരത മക്കളെ, അദ്ദേഹത്തിന് ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയാണ്. അതിലെ ഒരു ചോദ്യം, സ്വർണത്തേക്കാൾ സുവർണമായത് എന്തുണ്ട്? അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടി വന്നില്ല. സ്വർണത്തേക്കാൾ സുവർണമായത് ഒന്നേ ഉള്ളൂ, അത് സത്യമാണ്. അതിനേക്കാൾ സുവർണമാണത്, സ്വർണത്തേക്കാൾ. നമുക്ക് സത്യം എന്താണെന്ന് പീലാത്തോസ് ചോദിച്ചെങ്കിൽ, ഇതാ നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ ചോദിക്കുന്നു, വാട്ട് ഈസ് ട്രൂത്ത്? സത്യത്തിൻ്റെ മൂർത്തിഭാവമായ യേശുവിൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കാൻ നാണമില്ലേ നമുക്ക്? യൗവനത്തിൻ്റെ പോസിറ്റീവ് സ്റ്റെപ്സ്, കാര്യശേഷിയും പ്രസരിപ്പും സ്വർണ്ണ നാണയങ്ങളാണ്. അതിനെ ശരിയായി വിനിയോഗം ചെയ്യുവാൻ നമ്മുടെ യുവജന സഖ്യത്തിന് സാധിക്കുന്നുണ്ടോ?
വർഷത്തിലൊരിക്കൽ കോൺഫറൻസിൽ ഈ ഗുസ്തിക്കോ അടിപിടിക്കോ വല്ല മത്സരത്തിന് പോയാൽ ചിലപ്പോൾ കിട്ടും. കാര്യശേഷി, പ്രസരിപ്പ്, അത് യുവത്വത്തിൻ്റെ പൊന്നാണയങ്ങളാണെങ്കിൽ അതിനെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ് ഈ കയ്യിൽ വിലങ്ങ് വീഴുന്നത്. പ്രൊഫഷണൽ ആകേണ്ടവൻ പ്രൊഫഷണൽ ഗുണ്ട ആയിത്തീരുന്നവൻ. വളരെ പ്രയാസത്തോടെ പറയട്ടെ, അബ്ശാലോമിൻ്റെ പതനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ദാവീദിന് ഏറ്റെടുക്കാമെങ്കിൽ അതിനുള്ള ധൈര്യം അത്രയില്ലെങ്കിലും അല്പം ധൈര്യത്തോടെ പറയട്ടെ, അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെ. മക്കളുടെ ജനത്തിൻ്റെ പതനത്തിന് കാരണക്കാരൻ ഞാൻ തന്നെ. എൻ്റെ മക്കളെ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. വുഡ് ഗോഡ് ഹാഡ് ഐ ഡൈഡ് ഫോർ ദീ മൈ സൺ അബ്ശാലോം. മോഡലുകളില്ല, മാതൃകകളില്ല, പ്രഭാഷണം മാത്രം മിച്ചം. മോഡൽ കൊണ്ട് ഗുണമുണ്ടോ? ഒരാൾ എറണാകുളത്ത് താമസിക്കുന്നുവെങ്കിലും പഠിപ്പിക്കുന്നത് UC കോളേജിലാണ്. ചാക്കോ സാർ ഇപ്പോഴും ഉണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സെൻറ്റ് ട്രേസാസിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് താമസം അദ്ദേഹം ആലുവയിൽ എറണാകുളത്താക്കി. ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, ആലുവയ്ക്ക് പോകാൻ. ഒരു വയസ്സനായ മനുഷ്യൻ തപ്പിത്തടഞ്ഞിങ്ങനെ നിൽക്കുന്ന 10 രൂപ ചോദിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിനോട് ചോദിച്ചു, സാറിൻ്റെ പേരെന്താണ്? സാർ എവിടെയാണ് പഠിപ്പിക്കുന്നത്? അത് UC കോളേജിലാണ്, ആലുവയിൽ. പെട്ടെന്ന് ഈ വയസ്സൻ ഇങ്ങനെ സല്യൂട്ട് ചെയ്ത് സാറിന്. അപ്പോൾ സാറിൻ്റെ ആദ്യ സംശയം സ്ഥിരീകരിച്ചു, തലയ്ക്ക് നല്ല സുഖമില്ലായിരിക്കുന്നു. എങ്കിലും ചോദിച്ചു, എന്താണ് എന്നെ സല്യൂട്ട് ചെയ്യാൻ കാര്യം? സാറിനെ ഓർത്തല്ല, ഞാൻ UC കോളേജിൽ പഠിച്ചവനാണ്. എന്നെ അന്ന് പഠിപ്പിച്ച TS വെങ്കിട്ടരാമനെ ഓർത്തുപോയി സല്യൂട്ട് ചെയ്തതാണ്. TS വെങ്കിട്ടരാമൻ്റെ ഗുണങ്ങൾ വല്ലതും പറയാമോ? എൻ്റെ ബസ് വരുന്നതിന് മുമ്പ് ഒരെണ്ണം പറയാം. ഞങ്ങൾ കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ ഒരു കാര്യത്തിന് വേണ്ടി സാറിനെ സമീപിച്ചു. അന്നത്തെ കാലത്തെ ഒരു പണം അന്ന് തരാമെന്ന് പറഞ്ഞു. വെങ്കിട്ടരാമൻ സാറ് സന്ധ്യ കഴിഞ്ഞ് രാത്രി 9 മണിക്ക് ഉണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു, ഇന്ന് ഒരു പണം ഞാൻ ആ വിദ്യാർത്ഥിക്ക് കൊടുക്കാം എന്ന് സമ്മതിച്ചല്ലോ. പെട്ടെന്ന് ഉണ്ടില്ല എന്ന് വരുത്തി വസ്ത്രം മാറി ഏകദേശം 10:30 മുറിയിലെത്തി. ഹോസ്റ്റലിൽ മുട്ടുകെട്ട് ആ കൊച്ചൻ മുറി തുറന്നപ്പോൾ വെങ്കിട്ടരാമൻ സാറെന്തിനാണ് ഈ പാതിരാത്രി? ഞാൻ നിന്നോട് പറഞ്ഞു ഒരു പണം ഇന്ന് തരാമെന്ന്. ഇനിയും ഏതാണ്ട് 1/4 മണിക്കൂറേ ഉള്ളൂ, രാത്രി 12 കഴിഞ്ഞ നാളെയായി, അതുകൊണ്ട് വന്നതാണ്. അത് സ്വീകരിച്ചു. വീണ്ടും സാറ് പോകുന്നില്ല. ഇതൊരു പന്തികേടാണല്ലോ, സാറ് പോകുന്നില്ലല്ലോ. സാറ് പറഞ്ഞു, എനിക്കിതിൻ്റെ രസീത് ഇന്ന് വേണം. അവൻ ഓടി നടന്ന് രസീത് കുറ്റിയും കൊണ്ടുവന്ന് എഴുതി കൊടുത്തു. TS വെങ്കിട്ടരാമൻ ശരിയായ മോഡലാണ്. അതൊരു വേറൊരു കാലമാണെന്ന് പറയാം. അടുത്തുള്ള കോളേജാണല്ലോ പാലാ കോളേജ്. അവിടെ ഒരു ജെൻറ്റിൽമാൻ പ്രൊഫസറുണ്ട്, ഇപ്പോൾ റിട്ടയർ ചെയ്ത് കാണും, TV തോമസ്. ഫിസിക്സിൻ്റെ സാറാണ്, താമസിക്കുന്നത് കോട്ടയത്താണ്, പോയി വരികയാണ്. ഷാജി എന്ന കൊച്ചനെ അദ്ദേഹം പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഡിഗ്രി ക്ലാസ്സിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു സാറ് ക്ഷുഭിതനായി ടീച്ചേഴ്സ് റൂമിൽ വന്നു, ഷാജിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. ഷാജി മോശക്കാരനാണ്, അപമര്യാദയായി പെരുമാറും, പരീക്ഷയിൽ തോക്കുന്നു. വലിയ ദുഃഖം തോന്നി TV തോമസ്. അവൻ മിടുക്കനായിരുന്നു, എന്തു പറ്റി? സാറ് സായങ്കാലത്ത് ബസ് കാത്തു നിൽക്കുന്നു കോട്ടയത്തിന്. ഷാജി എതിർവശത്ത് എതിർദിശയിലൂടെ മറ്റൊരു ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങുന്നത് കണ്ട് ഷാജിയെ വിളിച്ചു. റോഡ് കുറുകെ കടന്ന് സാറിൻ്റെ സവിധത്തിലെത്തി. സാറ് ചോദിച്ചു, ഷാജി നിനക്കെന്തു പറ്റി? അവൻ പൊട്ടിക്കരഞ്ഞു. സാർ വിചാരിച്ച് ഈ പെരുവഴിയിൽ നിന്നുകൊണ്ട് കരയുന്നത്. അവനോട് പറഞ്ഞു, നാളെ എന്നെ കാണാൻ ഞാൻ പോകട്ടെ. സാറ് കോട്ടയത്തിന് പോയി. പിറ്റേ ദിവസം വന്നു, വരാന്തയിൽ വെച്ച് അവനെ കണ്ടു. സാറുമാരിൽ നകന്ന് ദൂരെ മാറി നിന്ന് അവനുമായി സംസാരിച്ചു. വീണ്ടും ഷാജിയുടെ തോളിൽ കൈയിട്ട് ജെൻറ്റിൽമാൻ പ്രൊഫസർ TV തോമസ് സാർ ചോദിച്ചു, ഷാജി നിനക്ക് എന്തു പറ്റി? അവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത്രയും നാളായി സാറുമാർ എൻ്റെ നേർക്ക് ക്ഷുഭിതരാകുന്നതല്ലാതെ TV തോമസ് സാറല്ലാതെ ഷാജിക്ക് എന്തു പറ്റി എന്നാരും ചോദിച്ചില്ല.
സാറ് ചോദിച്ചുകൊണ്ട് പറയാം, സാർ എന്നെ പഠിപ്പിച്ചതാണല്ലോ. എൻ്റെ അച്ഛൻ തളർവാദ രോഗിയാണ്. കഴിഞ്ഞ വെക്കേഷൻ എൻ്റെ അമ്മ മരിച്ചു. ഞങ്ങളാകെ 4 പേരാണ്. ഞാനേ ഉള്ളൂ കോളേജിൽ. ഇളയ കുട്ടി വളരെ ചെറിയ ക്ലാസ്സിലാണ്. ഞാൻ വെളുപ്പിന് 3 മണിക്ക് എണീക്കും, കഷായമുണ്ടാക്കും, എല്ലാവർക്കും ചോറ് കിട്ടും. ഞാൻ 9:15 വണ്ടി പിടിച്ച് വന്നുകൊണ്ടിരുന്നയാളാണ്. ഇപ്പോൾ 9:45 വണ്ടി. എന്നും താമസിക്കും. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ അവധിയെടുക്കും, ക്ലാസ്സിൽ വരില്ല. കാരണം ഒരു തുവാല പോലും ഞാൻ തന്നെ അമ്മയുള്ളപ്പോൾ നനയ്ക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവരുടെയും വസ്ത്രം നലക്കി ഉണക്കി തേച്ചു വെക്കണം. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കുഴപ്പം. ഇന്നലെ സായങ്കാലത്ത് പെരുവഴിയിൽ കരഞ്ഞത് ഷാജിയാണെങ്കിൽ ഇന്ന് തോമസ് സാറിൻ്റെ കണ്ണുകൾ സജലങ്ങളായി. ഷാജിക്കത് മതി. സാറിൻ്റെ കരച്ചിലല്ല, പിന്നെയോ സാറെങ്കിലും തന്നെ മനസ്സിലാക്കിയല്ലോ. മോഡലുകൾ ഇല്ല എന്ന്. ഇതാ ഒരു ശവസംസ്കാര ശുശ്രൂഷ. പല തരത്തിലുള്ള ആളുകൾ അതിൽ പങ്കെടുത്തു. മടങ്ങിപ്പോയപ്പോൾ ഒരു ഡോക്ടർ കൂടെയുള്ള ആളിനോട് പറഞ്ഞു, ഈ സാറ് കോപ്പി അടിച്ചതിനെ പിടിക്കുകയും പിന്നീട് ഉപദേശിക്കുകയും ചെയ്ത സാറാണ്. അതുകൊണ്ട് ഞാൻ ഈ പരുവത്തിലായി. ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിൽ ഗുണപരമായ ഒരു മാറ്റം, മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ സാധിച്ചു. ശവസംസ്കാരം കഴിഞ്ഞ ദിവസത്തെ സംഭാഷണം 2 ദിനം കഴിഞ്ഞപ്പോൾ ഒരു കൽക്കൂപ്പാരത്തിൽ ഏതാനും ചുമട്ട തൊഴിലാളികൾ ഇരിക്കുന്നു. അതിലൊരുവൻ പറഞ്ഞു, നമ്മളെല്ലാം 2 ദിനം മുമ്പുള്ള സാറിൻ്റെ ശവസംസ്കാരത്തിൽ പോയല്ലോ. ഞാൻ ഈ നാട്ടിൽ, ഈ ഗ്രാമത്തിൽ സാറിനെ കാണുമ്പോൾ മാത്രമാണ് എൻ്റെ ഈ തലക്കെട്ട് എടുത്തിട്ടുള്ളത്. സാറ് ആകെ അവശേഷിപ്പിച്ചത് ഒരു സൽപ്പേര് മാത്രമാണ്. നമുക്ക് എന്തവശേഷിപ്പിക്കുവാനാണ്? മരിച്ചു കഴിഞ്ഞാൽ അന്നേരവും ഈ ഭാര്യയ്ക്ക് ഒരു സ്വസ്ഥതയുമില്ല. 5-8 ലക്ഷം രൂപ ബാങ്കിൽ കാണാതെ എടുക്കാനായിട്ട് അവരുടെ പേരിലൊന്നും സാധിക്കുകയില്ല. എല്ലാം തഹസീൽദാരുടെ പുറകെയും കളക്ടറുടെ പുറകെയും നടക്കുകയാണ്. ആ പരുവത്തിലാണ് പോക്ക്. ഭാര്യയെപ്പോലും വിശ്വാസമല്ല. വേദപുസ്തകം കയ്യിൽ നിന്ന് താക്കില്ല. 111 കൺവെൻഷൻ ഉണ്ടെങ്കിൽ അവൻ്റെ പ്രായത്തിനൊത്ത് ഈ കൺവെൻഷനിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. ഇതിൽ നിന്ന് ഒരു മാറ്റം നമുക്കുണ്ടാവണം. അതല്ലെങ്കിൽ പന്തലിൻ്റെ കീഴേ സ്വർഗം, പന്തൽ വിട്ടാൽ നരകം. ഏത് തിരഞ്ഞെടുക്കും? നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യോശുവയെ പോലെ യഹോവയുടെ പക്ഷത്ത് നിൽക്കുകയും നമ്മുടെ നിലപാടിലെ ശരിയുടെ ബലം വലിയ ശബ്ദത്തിലല്ല, സൗമ്യമായ, പതറാത്തതായ, മന്ദമായ ശബ്ദമെങ്കിലും അതിന് നടുക്കുന്ന ഒരു മുഴക്കം നൽകുന്നതായിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ സ്ട്രൈക്ക് എ ഹോളോ നോട്ട്. യാതൊരു സംശയവുമില്ല. ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റമുണ്ടാകുന്നതിന് ഈ കൺവെൻഷൻ ഉതകുമോ? ഇതാ വീണ്ടും മർത്തോമക്കാരോട് ചോദിച്ചു ഞാൻ, യഹൂദ പ്രമാണികൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സം നിന്നു. സോൾജിയേഴ്സിനെ വെച്ചു, കല്ലുരുട്ടി വെച്ചു. നമ്മൾ വല്ലതും അങ്ങനെ ചെയ്യും? അവരെൻ്റെ നേരെ അങ്ങ് പെരുകുക. ഞങ്ങളാരും അങ്ങനൊന്നും ചെയ്യില്ല. ഞാനൊരു സംഭവം അവരുടെ മുമ്പിൽ വിവരിച്ചു. ഒരു കത്തോലിക്ക പുരോഹിതൻ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ചൻ്റെ സംഭവമാണ്. അവൻ പുറകിലത്തെ ബെഞ്ചിലാണ് ഇരിപ്പ്. എപ്പോഴും പിച്ചൊന്നുള്ളുമേ ഉള്ളൂ അവന് കിട്ടുകയുള്ളൂ. ഒരു ദിവസം ക്ലാസ് ടീച്ചർ വന്നു. അവൻ്റെ ആൻസർ പേപ്പർ ഉയർത്തി അവൻ്റെ മാർക്കും അവൻ്റെ പേരും പൊതുവായി പറഞ്ഞു. അവന് വലിയ സന്തോഷമായി, അവൻ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സാറ് മുമ്പേ മാർത്തോമ്മക്കാരുടെ കൂട്ടങ്ങ് പെരുകുക ഇവൻ്റെ നേരെ. ഇത് കോപ്പി അടിച്ചു തല്ലി, നീ എൻ്റെ കണ്ടെഴുതി തല്ലി. അവൻ പറഞ്ഞു, എൻ്റെ സാറേ അങ്ങനെ ചെയ്തതല്ല, കുറേ കള്ളവക വന്നോളൂ. അവൻ വളരെ ദുഃഖിതനായി അവൻ്റെ ആൻസർ പേപ്പർ വാങ്ങിച്ചിട്ട് അവൻ ആ സീറ്റിൽ ഇരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. കത്തോലിക്ക പുരോഹിതൻ കൂടെ പഠിച്ച ആൾ പുസ്തകം എഴുതിയപ്പോൾ എഴുതി, അവൻ ആ പേപ്പറിന് കണ്ടെഴുതിയതല്ല, കോപ്പി അടിച്ചതുമല്ല. അവൻ്റെ അമ്മ ഒരു കുബേര വീട്ടിൽ വേലക്കാരിയാണ്. അവിടുത്തെ ചേച്ചി ഈ വിഷയത്തിൽ 3-4 ദിവസം അവന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് അവൻ അത്രയും മാർക്ക് കിട്ടിയത്. അച്ഛൻ വീണ്ടും എഴുതി, ആ സത്യം കൂട്ടുകാരായ ഞങ്ങളും ക്ലാസ് ടീച്ചറും അറിഞ്ഞപ്പോഴേക്കും ആ ക്ലാസ് റൂമും സ്കൂളും അവൻ അന്യമായി തീരുകയും അവന് മറ്റൊരു സമ്പന്ന കുടുംബത്തിലെ
ഫുൾ ടൈം കൂലിപ്പണിക്കാരനായി തീരുകയും ചെയ്തു. ഞാൻ വീണ്ടും മാർത്തോമ്മക്കാരോട് ചോദിച്ചു, അവൻ്റെ പുനരുത്ഥാനത്തിൽ ക്ലാസ് ടീച്ചർ സഹായിച്ചോ, കൂട്ടുകാർ സഹായിച്ചോ ഇല്ലേ? അവർ പറഞ്ഞു, ഇതാണ് പുനരുത്ഥാനത്തിൻ്റെ തടസ്സമെങ്കിൽ ഞങ്ങളും ഇത്തരക്കാരാണ്. സുന്ദരമായ ഒരു സമൂഹ സൃഷ്ടി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞുവെങ്കിലും മറ്റൊരുവൻ്റെ പുനരുത്ഥാനത്തിന് തടസ്സം നിൽക്കുന്നവരും, മറ്റൊരുവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുവാൻ മനസ്സില്ലാത്തവരും. ഇനിയും 5 മിനിറ്റ് കൂടെ എടുക്കാം. എല്ലാ വിലങ്ങും മോശമാണ് എന്ന് ചിന്തിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ തരത്തിലാണ് നമ്മുടെ യുവജനങ്ങളുടെ പോക്കെങ്കിൽ നമ്മൾ മരിക്കും മുമ്പേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ മരിക്കുകയുള്ളൂ. ഇരുളേ വിഴുങ്ങൂ എന്നെ, അങ്ങനെ പറഞ്ഞ് ഈ പാപത്തറയിലേക്ക് നമ്മുടെ യുവത്വത്തെ ബലിയർപ്പിക്കേണ്ടി വരും. എന്നാൽ മറ്റൊരു യുവാവ് 2000 വർഷങ്ങൾക്ക് പീലാത്തോസിൻ്റെ മുമ്പിൽ കൈ ഇപ്പോഴത്തെ ഫാഷനുള്ള വിലങ്ങല്ല, ബന്ധിച്ചിരിക്കുകയാണ്. അതും വിലങ്ങല്ലേ? എന്നാൽ ആ യേശു തന്നെ ജീവിച്ച കാലത്ത് പറഞ്ഞു, നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. പൗലോസും ശീലാസിൻ്റെയും കയ്യിൽ വിലങ്ങ് വീണു. ഇന്ന് അത് അഭിമാനത്തിൻ്റെ ചിഹ്നമായി തീർന്നിരിക്കുന്നു. അവരുടെ കയ്യിൽ വിലങ്ങെങ്കിലും the theme of their song is the glorious liberty of the sons of God. ദൈവപുത്രന്മാരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൈവിലങ്ങുണ്ടായിട്ടും പാടുന്നവർ, നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാൻ. 26 വർഷം വെള്ളക്കാരൻ്റെ ജയിലിൽ കിടന്നിട്ടും ഒരു പ്രമോത്യോസിനെ പോലെ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്ന നെൽസൺ മണ്ടേല, അഭിമാന ബോധത്തിൻ്റെ തീജ്വാല അവരുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിച്ചു നിർത്തിയ നെൽസൺ മണ്ടേല. നമുക്ക് സാധിക്കുമോ? കർത്താവിന് വേണ്ടി എരിഞ്ഞ് അടങ്ങുന്നതിനാണ് ഈ ജീവിതം. ആ കർമ്മപഥത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുകയോ കൈവിലങ്ങുകയോ വീഴുകയോ ചെയ്താൽ അതിനൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ ഇത്തരത്തിൽ പോവുക, അത്തരത്തിൽ പോകുവാനവരെ പഠിപ്പിക്കൂ. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചില്ലേ? നമ്മളാരും പ്രാർത്ഥിക്കില്ല, മേക്ക് മീ എ ക്യാപ്റ്റീവ് ഓ ലോർഡ്, എന്നെ നിൻ്റെ ദാസനായി മാറ്റിയാൽ അപ്പോൾ മാത്രമാണ് ഞാൻ സ്വതന്ത്രനായിത്തീരുന്നത്. ഈ പ്രാർത്ഥന ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഈ പ്രാർത്ഥന വായിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടാലും, കർത്താവേ, എൻ്റെ അതിവേഗം കുറച്ച് തരണമേ, സ്ലോ മീ ഡൗൺ ലോഡ്. എൻ്റെ മനസ്സിനെ പ്രശാന്തമാക്കി കുതികൊള്ളുന്ന എൻ്റെ ഹൃദയത്തിന് ഇളവ് അനുവദിക്കണമേ. സ്റ്റഡി മൈ ഹറീഡ് പേസ് വിത്ത് ദ വിഷൻ ഓഫ് ദ ഇറ്റേണൽ റീച്ച് ഓഫ് ടൈം. നിത്യതയിലേക്ക് നീളുന്ന കാലത്തിൻ്റെ ദർശനം നൽകി എൻ്റെ തിടുക്കം പൂണ്ട കാൽവെപ്പുകളെ സുസ്ഥിരമാക്കണമേ. എൻ്റെ അനുദിന ആശയക്കുഴപ്പങ്ങളുടെ മധ്യേ ശാശ്വതഗിരികളുടെ ശാന്തത നൽകണമേ. ഓർമ്മയിൽ തങ്ങുന്ന കാട്ടരുവികളുടെ സാന്ത്വന സംഗീതത്താൽ എത്രയോ അരുവികൾ കേരളത്തിലുണ്ട്, എന്തു പ്രയോജനം? ഓർമ്മയിൽ തങ്ങുന്ന കാട്ടരുവികളുടെ സാന്ത്വന സംഗീതത്താൽ എൻ്റെ ഞരമ്പുകളുടെയും പേശികളുടെയും പിരിമുറുക്കം ഇല്ലാതാക്കണമേ. ഉറക്കത്തിൻ്റെ പ്രത്യാനയിക്കുവാനുള്ള മാന്ത്രിക ശക്തി, റിസ്റ്റോറിങ് പവർ ഓഫ് സ്ലീപ്പ്, അറിയുവാൻ എന്നെ സഹായിക്കണമേ. ഒരു പൂവിൽ ദൃഷ്ടി അർപ്പിക്കാൻ, ചങ്ങാതിയോട് ഒരു വാക്ക് മിണ്ടുവാൻ, ഒരു നായ്ക്കുട്ടിയെ ഓമനിക്കാൻ, ഒരു ഉത്തമ ഗ്രന്ഥത്തിലെ ഏതാനും വരികൾ വായിക്കുവാൻ, ഇത്തരം കൊച്ചു കൊച്ചിടവേളകൾ ആസ്വദിക്കുന്ന കല എന്നെ പഠിപ്പിക്കണമേ. ആമയുടെയും മുയലിൻ്റെയും കഥ എന്നെ ദിനംപ്രതി ഓർമ്മിപ്പിക്കണമേ. വേഗമേറിയവനുള്ളതല്ല എന്നും മത്സരത്തിലെ ജയമെന്നറിയാൻ എനിക്ക് ഇടവരട്ടെ. വേഗം കൂട്ടുന്നതിനേക്കാൾ കവിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ അറിയട്ടെ. ദർ ഈസ് മോർ ടു ലൈഫ് ദാൻ ഇൻക്രീസിങ് ഇറ്റ്സ് സ്പീഡ്. ശാഖകൾ വിരിച്ച് ഉയർന്നു നിൽക്കുന്ന ഒക്കുമരത്തെ കണ്ണുയർത്തി നോക്കി അത് പതുക്കെ നന്നായി വളർന്നതാണെന്നറിയാൻ എനിക്ക് ഇടവരുത്തണമേ. കർത്താവെ, ജീവിതത്തിൽ സ്ഥായിയായ മൂല്യങ്ങളുടെ മണ്ണിൽ വേരാഴ്ത്തി വളരാൻ എന്നെ പ്രചോദിപ്പിക്കുകയും എൻ്റെ തിടുക്കം കുറയ്ക്കുകയും എൻ്റെ മഹത്തായ ഭാഗധേയത്തിൻ്റെ നക്ഷത്രങ്ങളിലേക്ക് വളരാൻ
എനിക്ക് ഇടവരുത്തുകയും ചെയ്യണമേ. ഈ ധ്യാനം തീരുന്നു. എന്നാൽ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് മുഖാന്തരം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം.